ഹായ് അസ്സലാമു അലൈക്കും. റംലാൻ സ്പെഷ്യലായിട്ട് നമുക്ക് ഇന്ന് ഒരു ഇഫ്താർ റെസിപ്പി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഒരെണ്ണം കഴിച്ചാൽ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുന്ന അത്ര ടേസ്റ്റുള്ള ഒരു സമോസയാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിനു വേണ്ടി ഞാനിവിടെ 2 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അതൊരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇനി ആവശ്യത്തിന് ഉപ്പും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്നത് പോലെ തന്നെ നല്ല സോഫ്റ്റായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ആദ്യം ഈ ബൗളിൽ ഇട്ടിട്ടൊന്നെല്ലാം യോജിപ്പിച്ചെടുക്കുന്നുണ്ട് ഞാൻ. ഈ ബൗളിൽ തന്നെ കുഴയ്ക്കുന്നതിനേക്കാൾ എളുപ്പമാണ് കേട്ടോ കൗണ്ടർ ടോപ്പിലിട്ട് കുഴയ്ക്കാൻ. അപ്പോൾ ഞാനിവിടെ മാവ് നല്ല സോഫ്റ്റായി തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട ഫില്ലിങ് റെഡിയാക്കുന്നത് വരെ നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഞാനിവിടെ 2 വലിയ സവാള ഇതുപോലെ കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പകുതി ക്യാപ്സിക്കം ചോപ്പ് ചെയ്തതാണിത്. പിന്നെ 3/4 ടേബിൾ സ്പൂൺ ഇഞ്ചി പൊടിയായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വെളുത്തുള്ളി 1 ടേബിൾ സ്പൂൺ അരിഞ്ഞത്. പിന്നെ 2 വലിയ തക്കാളി, ആവശ്യത്തിന് പച്ചമുളക്. പിന്നെ ഞാൻ കുറച്ച് മല്ലിയില അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ ഉണ്ടാക്കുന്നത് ട്യൂണ സമോസയാണ്. അതിന് വേണ്ടിയിട്ട് ഒരു ടിൻഡ് ഫിഷ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഫില്ലിങ് റെഡിയാക്കുന്നതിന് വേണ്ടി ഒരു പാൻ ചൂടാക്കുക. എന്നിട്ട് അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഞാൻ ചേർക്കുന്നത്. അത് ചൂടായി വരുമ്പോൾ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ചേർത്ത് വഴറ്റുക. നല്ലപോലെ വഴറ്റേണ്ട കാര്യമില്ല കേട്ടോ. അതിൻ്റെ നിറം ജസ്റ്റ് ഒന്ന് മാറുന്നത് വരെ വഴറ്റി കൊടുത്താൽ മതി. ഇപ്പോൾ ഇതായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3/4 ടേബിൾ സ്പൂൺ ഇഞ്ചിയും 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വഴറ്റണം. അതിനുശേഷം നമുക്ക് പച്ചമുളകും തക്കാളിയും ഇട്ട് വഴറ്റിയെടുക്കാം. തക്കാളി ചിലർക്ക് ഹാഫ് കുക്കഡായിട്ടായിരിക്കും ഇഷ്ടം, ചിലർക്ക് നല്ലപോലെ വേവണമായിരിക്കും. അപ്പോൾ അതനുസരിച്ച് ചെയ്യുക. ഞാനിവിടെ വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വെന്ത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് 1/4 ടീസ്പൂൺ മുളക് പൊടി, അതിൻ്റെ പകുതി മഞ്ഞൾപ്പൊടി ഇത് ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ എന്ത് ഫില്ലിങ് ഉണ്ടാക്കുകയാണെങ്കിലും മസാല പൗഡർ വളരെ കുറച്ച് ചേർത്താലാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഒരുപാട് മസാല ചേർത്തിട്ടുണ്ടെങ്കിൽ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. ഞാനിതിലേക്കൊരു ഇത്തിരി ഉപ്പാണ് ചേർത്തിട്ടുള്ളത്. കാരണം നമ്മുടെ ടിൻഡ് ഫിഷിൽ ഉപ്പൊക്കെ ചേർത്തിട്ടാണ് അത് പ്രിസർവ് ചെയ്യുന്നത്. അപ്പോൾ അത് നോക്കിയിട്ടാണ് നമ്മൾ ഉപ്പ് ചേർക്കേണ്ടത്. അപ്പോൾ ഇതിലുള്ള ഓയിൽ ഞാൻ ഒഴിവാക്കിയിട്ടാണ് കേട്ടോ ഈ ഫിഷ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഈ മീൻ ഓൾറെഡി കുക്ക്ഡാണ് കേട്ടോ. മീൻ ടിന്നിലാക്കി സീൽ ചെയ്തതിന് ശേഷമാണ് ഇത് കുക്ക് ചെയ്യുന്നത്. ഇങ്ങനെ വരുന്ന ടിൻ ഫിഷ് ഇല്ലേ, അത് നമ്മൾ സീൽ പൊട്ടിക്കാതെ ഓപ്പൺ ആക്കാതെ വെക്കുകയാണെങ്കിൽ ഒരു 5 വർഷം വരെയൊക്കെ കേടുകൂടാതിരിക്കും. ഇപ്പോൾ ഫിഷ് ചേർത്ത് കഴിഞ്ഞ് ഓൾറെഡി കുക്ക്ഡ് ആയതുകൊണ്ട് എല്ലാം കൂടെ മസാലയും ഫിഷും എല്ലാം കൂടെ ഒന്ന് യോജിപ്പിക്കുന്നതിന് വേണ്ടി ജസ്റ്റ് 1 മിനിറ്റ് ഒന്ന് വഴറ്റിയാൽ മതി. ക്യാപ്സിക്കം ചേർക്കാൻ വിട്ടുപോയി. ഫിഷിൻ്റെ കൂടെ തന്നെ നമുക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിന് ശേഷം മല്ലിയിലയും കൂടെ ചേർത്ത് ഇളക്കിയെടുക്കുക. അപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡിയായി. ഇത് ചൂടാറുന്നതിന് വേണ്ടി മാറ്റി വയ്ക്കാം. നമ്മൾ ആദ്യം മാവ് കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതിൽ നിന്ന് അത്യാവശ്യം വലിപ്പമുള്ള ബോളുകളാക്കി എടുത്തിട്ട് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് ഇതുപോലെ ഈ വെള്ള നിറം കണ്ടില്ലേ, അത് പോകുന്നത് വരെ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ഒരുപാട് വേവിക്കണ്ട, ജസ്റ്റ് ഈ നിറം മാറുന്നത് വരെ മതി. ചപ്പാത്തി ഓവർ കുക്ക്ഡ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫില്ലിങ് വെച്ച് റോൾ ചെയ്യുന്ന സമയത്ത് അത് പൊട്ടിപ്പോകും, ശരിയായി കിട്ടില്ല. കണ്ടില്ലേ, ഇതുപോലെ ആയി കിട്ടിയാൽ മതി. ഇപ്പോൾ ഇതായിട്ടുണ്ട്, നമുക്കിതെടുത്ത് മാറ്റാം. വളരെ കനം കുറച്ച് വേണം കേട്ടോ നമ്മൾ ചപ്പാത്തി പരത്തിയെടുക്കാൻ. അതുപോലെ നമ്മുടെ ഈ ചപ്പാത്തിയുടെ വലിപ്പത്തിനനുസരിച്ചായിരിക്കും നമ്മുടെ സമോസയുടെ വലിപ്പം. ഞാനിവിടെ അത്യാവശ്യം നല്ല വലുതായിട്ട് തന്നെയാണ് പരത്തിയെടുത്തിട്ടുള്ളത്. ഇപ്പോൾ പറഞ്ഞ പോലെ ചുട്ടെടുത്ത ചപ്പാത്തിയാണിത്. ചൂടാറിയതിന് ശേഷം നമുക്ക് ഇതുപോലെ 4 ഈക്വൽ പോർഷനായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിൽ നിന്നൊരു ഭാഗം എടുത്തിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് വേണം നമ്മൾ ഫില്ലിങ് നിറയ്ക്കാനായിട്ട്. അപ്പോൾ ഇത് ഇവിടെ ഒട്ടിക്കുന്നതിന് വേണ്ടി അല്പം 1 ടീസ്പൂൺ മൈദയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് പശ പോലെ ഒന്ന് ചെയ്തെടുക്കേണ്ടതുണ്ട്. അങ്ങനെ ഞാനിവിടെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഫില്ലിങ് നിറച്ച് കൊടുക്കാം. എന്നിട്ട് അധികം നിൽക്കുന്ന ഈ ഭാഗമല്ലേ, അത് നമുക്ക് ഫ്രണ്ടിലേക്ക് ഇതുപോലെ ഫോൾഡ് ചെയ്യണം. അതിന് മുൻപ് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മൈദ തേച്ച് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ഒട്ടിച്ച് വയ്ക്കുക. അപ്പോൾ ഇങ്ങനെയാണ് പാക്ക് ചെയ്യേണ്ടത്. ഞാൻ ഒന്നുകൂടെ കാണിക്കാം.
ഇങ്ങനെ കുമ്പിളാക്കി എടുക്കുന്ന സമയത്ത് കണ്ടില്ലേ, ഇതുപോലെ അധികം വരുന്നതും നമുക്ക് ഉള്ളിലേക്ക് മടക്കി വെച്ച് കൊടുക്കാം. അപ്പോഴാണ് പാക്കിങ് പെർഫെക്റ്റ് ആവുള്ളൂ. പിന്നെ ഇതിൻ്റെ 3 കോർണറും ഒട്ടും ഗ്യാപ്പില്ലാതെ വേണം നമ്മൾ പാക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ ഓയിൽ ഉള്ളിലേക്ക് നമ്മൾ ഫ്രൈ ആക്കുന്ന സമയത്ത് ഉള്ളിലേക്ക് എടുക്കും. അപ്പോൾ പറഞ്ഞ പോലെ ഞാനിവിടെ 8 സമൂസ പാക്ക് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള സമൂസയാണ്. പിന്നെ നോമ്പ് തുറന്നു കഴിഞ്ഞ ഉടനെ എണ്ണപ്പലഹാരങ്ങൾ കൂടുതലായിട്ട് കഴിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് പാകത്തിനാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള മാവും ഇതുപോലെ പരത്തി ചുട്ടെടുത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒന്നുകിൽ സിപ്പ് ലോക്ക് കവറിലോ അല്ലെങ്കിൽ എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു പാത്രത്തിലോ അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാം. ഒരു പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ തന്നെ കൂടുതലായിട്ട് ഷീറ്റ് ഇതുപോലെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ഡെയിലി അത്ര ബുദ്ധിമുട്ടായിട്ട് വരില്ല. ഇത് ഒരു 2 ആഴ്ച വരെയൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ കേടുകൂടാതെ സൂക്ഷിക്കാം. നമ്മുടെ ആവശ്യാനുസരണം എടുത്താൽ മതി. അപ്പോൾ നമുക്കിത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. 2 കപ്പ് മൈദ കൊണ്ട് 8 വലിയ ചപ്പാത്തിയാണ് ഞാൻ പരത്തിയെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ചപ്പാത്തിയുടെ വലിപ്പത്തിനനുസരിച്ച് ഷീറ്റിൻ്റെ എണ്ണം കുറയും, അതുപോലെ തന്നെ സമോസയുടെ വലിപ്പം കൂടുകയും ചെയ്യും. അപ്പോൾ ഞാനിവിടെ ഓയിൽ ചൂടാക്കിയിട്ട് അതിലേക്ക് സമോസ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഓയിൽ നല്ലപോലെ ചൂടായതിന് ശേഷം ഫ്ലെയിം മീഡിയത്തിലേക്ക് മാറ്റുക, അല്ലെങ്കിൽ നമ്മുടെ ഷീറ്റൊക്കെ കരിഞ്ഞു പോവുള്ളൂ കേട്ടോ. ചപ്പാത്തി നമ്മൾ പകുതി വേവിച്ചതല്ലേ, അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ കിടന്ന് ഇത് സാവകാശം വെന്ത് വന്നാൽ മതി. ഇപ്പോൾ ഇതായിട്ടുണ്ട്. നമുക്കിതൊന്ന് വറുത്ത് കോരാം. അങ്ങനെ നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ട്യൂണ സമോസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ളതുകൊണ്ട് ഇതൊരെണ്ണം കഴിച്ചാൽ തന്നെ വയറ് നിറയും കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കണം. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ അടുത്ത് തന്നെ മറ്റൊരു നല്ല വിഭവമായി കാണാം. ബൈ, താങ്ക് യു.